السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قد كان لكم آية في فئتين التقتا، فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ നല്ല സുദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസരത്തിൽ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വളരെ സുപ്രധാനമായ ഒരു ചരിത്ര സംഭവത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മദീനക്കടുത്തുള്ള ബദർ എന്ന സ്ഥലത്ത് വെച്ച് പരിശുദ്ധ റമളാൻ മാസം 17-ാം തീയതി, അതായത് ഹിജറ 2-ാം വർഷം, 313ഓളം വരുന്ന വിശ്വാസി സഹോദരന്മാരും അതേപോലെ തന്നെ ആയിരക്കണക്കിന് വരുന്ന മുശ്രിക്കുകളായ ആളുകളും തമ്മിൽ നടന്ന ഘോരമായ യുദ്ധമാണ് ബദർ യുദ്ധം. ഈ ബദർ യുദ്ധം നമുക്ക് വളരെയധികം പാഠങ്ങൾ വിശ്വാസി സമൂഹത്തിന് പകർന്നു നൽകുന്നുണ്ട്. നമുക്കറിയാം, ബദറിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പ്രത്യേകിച്ച് കടക്കുന്നില്ല. നമുക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സൈനിക സന്നാഹങ്ങളായിരുന്നു. ഏകദേശം 70 ഒട്ടകങ്ങളും 2 കുതിര, അതേപോലെ തന്നെ നിരായുധരായ കുറച്ച് വിശ്വാസത്തിന്റെ ബലം മാത്രം കൈമുതലായിട്ടുണ്ടായിരുന്ന വിശ്വാസി സമൂഹം. 300 ചില്ലാനം വിശ്വാസി സഹോദരന്മാരായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നാൽ മറുഭാഗത്ത് വളരെയധികം സുസജ്ജരായ സായുധരായ മുശ്രിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ യുദ്ധത്തിന്റെ പര്യവസാനം വിശ്വാസികൾക്ക് വിജയം കൈവരിക്കുകയും വിശ്വാസികളിൽ നിന്ന് 14 പേർ, മുഹാജിറുകളായ 6 പേരും അതേപോലെ തന്നെ അൻസാറുകളായ 8 പേരുമാണ് ഈ യുദ്ധത്തിൽ മരണമടഞ്ഞത്. എന്നാൽ മുശ്രിക്കുകളിൽ ഒരുപാട് പേർ, 70ഓളം ചില്ലാനം ആളുകളാണ് മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് മരണപ്പെട്ടിട്ടുള്ളത്. വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിച്ച വളരെ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ഖുർആൻ ആ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് സൂറത്തു ആലു ഇമ്രാനിലെ 13-ാമത്തെ വചനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതായി കാണാം. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈനി ഇൽതഖതാ. 2 സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾക്കതിൽ ഗുണപാഠമുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു സംഘം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. വ ഉഖ്റാ കാഫിറ, മറ്റൊരു സംഘം അവർ സത്യനിഷേധികളാണ്.
യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. അവർക്ക് ആ ശത്രുപക്ഷത്തിന് വളരെ എണ്ണത്തിൽ കുറഞ്ഞ മുസ്ലിം പക്ഷത്തെ കണ്ടപ്പോൾ അവരെക്കാൾ ഇരട്ടിയുള്ളതായി അവർക്ക് തോന്നിപ്പിക്കപ്പെട്ടു. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു അവന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. കണ്ണുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു വലിയ സംഭവത്തിൽ ദൃഷ്ടാന്തമുണ്ട്, ഗുണപാഠമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാനിലെ 13-ാമത്തെ വചനത്തിൽ നമുക്ക് പറഞ്ഞു തരും. ഇനി ഞാൻ നേരിട്ട് ഈ യുദ്ധത്തിൽ വിശ്വാസികൾ, ഇപ്പോ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് രണ്ട് സംഘങ്ങളുടെ ഏറ്റുമുട്ടലുകളിൽ, അതായത് ബദർ യുദ്ധത്തിൽ വിശ്വാസികൾക്ക് ഗുണപാഠമുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ആ ഗുണപാഠങ്ങൾ, ഒരുപാട് ഗുണപാഠങ്ങൾ ഈ യുദ്ധത്തിന്റെ ചരിത്രത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് അതിൻ്റെ തുടക്കം, അതേപോലെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പ്, അതിനിടയിലുള്ള കാര്യങ്ങൾ, അത് നടന്ന സംഭവങ്ങൾ, അതിനുശേഷമുള്ള സംഭവങ്ങൾ, ഇതിലെല്ലാം ഒരുപാട് ഗുണപാഠങ്ങൾ വിശ്വാസികളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി ഈ യുദ്ധം നടന്നത് ഈ ആയത്തിൽ തന്നെ പറയുന്നു, ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വ ഉഖ്റാ കാഫിറ. ഈ യുദ്ധം നടന്നത് ഏകദൈവ വിശ്വാസികളായ ഒരു പറ്റം സഹാബിമാരും അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളായ ഒരു പറ്റം മുശ്രിക്കുകളുമായിട്ടായിരുന്നു ഈ യുദ്ധം നടന്നത്. തൗഹീദിന്റെയും ഷിർക്കിന്റെയും ഇടയിൽ നേരിട്ട് നടന്ന ഒരു യുദ്ധമായിരുന്നു ഈ യുദ്ധം. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ പ്രാധാന്യമാണ് ബദർ യുദ്ധം എന്ന് പറയുമ്പോൾ, ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യമാണ് ഈ യുദ്ധം ആദ്യമായി വിശ്വാസി സമൂഹത്തിന് നൽകുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്നത്. നമുക്കറിയാം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിന് തൊട്ടു മുമ്പേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ കാന യൗമു بدر نظر رسول الله صلى الله عليه وسلم إلى المشركين وهم 1000 وأصحابه 319 فاستقبل النبي صلى الله عليه وسلم القبلة ثم مد يديه فجعل يهتف بربه اللهم أنجز لي ما وعدتني اللهم آت ما وعدتني اللهم إن تهلك هذه العصابة من أهل الإسلام لا تعبد في الأرض أبدا. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥനയെ പറ്റി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, ബദറിന്റെ ദിവസം ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളിലേക്ക് നോക്കിക്കൊണ്ട്, അവർ വലിയൊരു സംഘമുണ്ട്, എന്നാൽ വിശ്വാസികൾ ചെറുസംഘമാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി. അല്ലാഹുവേ, നീ എനിക്ക് എന്താണോ വാഗ്ദാനം നൽകിയത് അത് നീ എനിക്ക് നൽകണമേ തമ്പുരാനെ. അതേപോലെ തന്നെ അതിന്റെ ആ വിജയം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തുഅബദു ഫിൽ അർളി അബദാ. അല്ലാഹുവേ, ഈ ചെറു സംഘത്തെയെങ്ങാൻ, ഈ കൊച്ചു സംഘത്തെയെങ്ങാൻ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ, അല്ലാഹുവെ നീ പരാജയപ്പെടുത്തുകയാണ് എങ്കിൽ, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരൊറ്റ മനുഷ്യർ പോലും ഉണ്ടാവില്ല നാഥ. അതുകൊണ്ട് നീ ഏതൊരു കാര്യമാണോ എനിക്ക് വാഗ്ദാനം നൽകിയത്, ഏതൊരു വിജയമാണോ എനിക്ക് നീ ഓഫർ നൽകിയത്, അത് നീ നൽകണേ തമ്പുരാനെ. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ യുദ്ധമുഖത്തിൽ നിന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അള്ളാഹുവേ, ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ നിന്നെ ആരാധിക്കുന്ന ഒരാളും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനോടൊപ്പം പങ്കു ചേർക്കാത്ത നേർച്ചകളും വഴിപാടുകളും അർത്ഥനകളും തവക്കുലുകളും അള്ളാഹുവിനോട് മാത്രമാക്കണമെന്ന്
പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു സംഘം അല്ലാത്തവരോട് പ്രാർത്ഥനകൾ അർപ്പിച്ച, അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ച, അല്ലാത്തവരിലേക്ക് സങ്കടങ്ങൾ അർപ്പിച്ച, അള്ളാഹുവിന് പുറമേ പലവിധ ദൈവങ്ങളിലേക്കും പ്രാർത്ഥനകൾ തിരിച്ച ഒരു സംഘവുമായി നടന്ന യുദ്ധത്തിന്റെ ആ കൊടുമ്പിരി ഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതിനോട് സമാനമായി നിൽക്കുന്ന പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, നിന്നെ ആരാധിക്കുന്ന ഒരു സംഘമാണ്, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സംഘമാണ്, നിനക്കെതിരെ ബഹുദൈവാരാധകരായി ഭൂമിയിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു സംഘത്തോട് പടപൊരുതുന്നത്. അതുകൊണ്ട് അള്ളാഹുവേ, ഈ സംഘത്തെ നീ വിജയിപ്പിക്കണേ എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ബദർ യുദ്ധത്തിൽ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഗുണപാഠം തൗഹീദിന്റെ പ്രാധാന്യമാണ്. ഏകദൈവ ആരാധനയുടെ, ഏകദൈവ വിശ്വാസത്തിന്റെ, അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കേണ്ടുന്നതിന്റെ, അള്ളാഹുവിനെ മാത്രം വഴിപാടുകൾ അർപ്പിക്കേണ്ടുന്നതിന്റെ, നേർച്ചകൾ, തവക്കുലുകൾ, ദുആകൾ എല്ലാം അള്ളാഹുവിലേക്ക് മാത്രം തിരിക്കേണ്ടുന്നതിന്റെ അനിവാര്യതയാണ് ഈ യുദ്ധത്തിന്റെ ഒന്നാമത്തെ പാഠം. അത് മാത്രമല്ല, നോക്കൂ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്ന വളരെ വലിയ ഒരു സന്ദേശം പരിശുദ്ധ ഖുർആൻ പോലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രാർത്ഥനകൾ അള്ളാഹുവോട് മാത്രമാണ്, ആരാധനകൾ അള്ളാഹുവോട് മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ രണ്ടാമത്തെ സന്ദേശം, പ്രാർത്ഥന അത് അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ, അത് അല്ലാത്ത മറ്റൊരാളോടും പാടില്ല. ജീവിതത്തിൽ ഏതേത് പ്രയാസഘട്ടങ്ങളിലൂടെ, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ആ പ്രാർത്ഥനകൾ അഖിലവും അള്ളാഹുവോട് മാത്രമാക്കണമെന്നുള്ള മഹത്തുറ്റ ഒരു സന്ദേശമാണ് ഈ ബദർ യുദ്ധം രണ്ടാമതായി നമുക്ക് നൽകുന്നത്. പരിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം അൻഫാലിലെ 9-ാമത്തെ വചനം ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം ചോദിച്ച സന്ദർഭം അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ സഹാബികൾ യുദ്ധത്തിൽ അടരാടിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനുവേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ തേടിയത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടായിരുന്നില്ല, അതേപോലെ തന്നെ അവരിലെ മഹാന്മാരോടായിരുന്നില്ല. പ്രവാചകന്റെ സ്വഹാബികൾ പ്രവാചകനോടായിരുന്നില്ല സഹായം തേടിയിരുന്നത്. പ്രവാചകനും സ്വഹാബികളും സഹായം തേടിയിരുന്നത് അവർക്ക് മുൻമാതൃകയുണ്ടായിരുന്ന മുൻ പ്രവാചകന്മാരെല്ലാം അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം തേടിയിരുന്ന ഏകനായ രക്ഷിതാവിനോടായിരുന്നു എന്നാണ് സൂറത്തു അൻഫാലിലെ 9-ാമത്തെ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം ചോദിച്ച സന്ദർഭം. അള്ളാഹു നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകി. കണ്ടോ, അള്ളാഹുവിനോട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരങ്ങൾ ഉയർത്തിയപ്പോൾ അള്ളാഹു അവർക്ക് ഉത്തരം നൽകി എന്നതാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. എന്താണ് ആ ഉത്തരം നൽകിയത്? അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ആയിരക്കണക്കിന് മലക്കുകളെ രണാങ്കണത്തിലേക്ക് അയച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് സഹായം നൽകി എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞു തരുന്നത്. ഇതേ രംഗത്ത് അബൂജഹൽ, യുദ്ധത്തിന്റെ നേതാവായിരുന്ന അബൂജഹലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ്? അല്ലാഹുമ്മ അഖ്തഅനാ ലിർറഹ്മി വആതാനാ ബിമാ ലാ യുഅറഫ് വഅഹിൻകുൽ അദാജ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കുമെതിരെ യുദ്ധത്തിൽ വിജയം നൽകുവാൻ വേണ്ടി അബൂജഹൽ പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിനോടാണ്. അള്ളാഹുവേ, ഈ ഞങ്ങളുടെ കുടുംബ ബന്ധം വിച്ഛേദിച്ചവനായ, അതേപോലെ തന്നെ ഞങ്ങൾക്കറിയാത്ത ഒരു മതത്തെ ഞങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളിൽ ഛിദ്രത നൽകിയവനായ ഈ മുഹമ്മദിനെയും സംഘത്തെയും നീ നശിപ്പിക്കണേ എന്ന് അള്ളാഹുവിനോട് ബദറിന്റെ സമയത്ത് പ്രാർത്ഥിക്കുന്ന അബൂജഹലിനെ കാണാം. പക്ഷേ അള്ളാഹു എന്താണ് ചെയ്തത്? അള്ളാഹു അബൂജഹലിന്റെ പ്രാർത്ഥന സ്വീകരിച്ചില്ല, മഹാനായ പ്രവാചകന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. രണ്ടുപേരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടായിരുന്നു. പക്ഷേ അബൂജഹലിന്റെ പ്രാർത്ഥന അള്ളാഹു തിരസ്കരിക്കുകയും പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തതിന്റെ കാരണം എന്താണ്? ഇവിടെ
അള്ളാഹുമ്മ എന്നാണ് അബൂജഹലും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അബൂജഹലിന്റെ വിശ്വാസം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാണ് എന്നുള്ള വിശ്വാസമായിരുന്നില്ല. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലാത്തയോടും മുസ്സയോടും മനാത്തയോടും അതേപോലെ തന്നെ പേര് പറയപ്പെട്ടതും പേര് പറയപ്പെടാത്തതുമായ ഗോത്രദൈവങ്ങളോടുമെല്ലാം പ്രാർത്ഥനകളും അതേപോലെ തന്നെ സഹായാർത്ഥനകളും നടത്താമെന്നുള്ള വിശ്വാസമായിരുന്നു അബൂജഹലിൽ. ആ വിശ്വാസം നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് അവര് അടരാടിയിരുന്നത്. ആ വിശ്വാസത്തിനെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദിന്റെ വചനം ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോഴായിരുന്നു അവർക്ക് കലിയിളകിയത്. ആ കലിയുടെ ഭാഗമായിരുന്നു പ്രവാചകനെയും സഹാബികളെയും നശിപ്പിക്കുവാനുള്ള അവരുടെ എല്ലാവിധ കുതന്ത്രത്തിന്റെയും അടിവേര് അത് തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നതല്ല, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹു അല്ലാത്ത, അത് ഔലിയാക്കളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ജിന്നുകളാകട്ടെ, ഇൻസുകളാകട്ടെ, ജീവനുള്ളതാകട്ടെ, ജീവനില്ലാത്തതാവട്ടെ, പേരറിയുന്നതാവട്ടെ, പേരറിയാത്തതാവട്ടെ, മണ്ണിന് മുകളിലുള്ളതാവട്ടെ, മണ്ണിനടിയിലുള്ളതാവട്ടെ, ഏതായിരുന്നാലും പ്രാർത്ഥനകൾ അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചാൽ അവർ പരാജിതരാണ്, ഇഹത്തിൽ പരാജിതരാണ്, പരത്തിൽ പരാജിതരാണ് എന്നതാണ് ബദറിന്റെ രണ്ടാമത്തെ സന്ദേശം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബികൾ പ്രാർത്ഥിച്ചത് ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. അവർ അള്ളാഹുവിനോട് സഹായം തേടി, അവർക്ക് അള്ളാഹു ഉത്തരം നൽകി. ഇത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച പ്രഖ്യാപനവും ഇത് തന്നെയാണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പ്രവാചകനോടുള്ള കൽപ്പനയാണ്. അങ്ങ് പ്രഖ്യാപിക്കുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരിക്കലും ഞാൻ പങ്കു ചേർക്കുകയില്ല. ഇങ്ങനെ ഈ ഒരു ചരിത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന, ഈ ഒരു യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഈ ബദർ യുദ്ധം നടന്ന് ബദറിൽ ഷഹീദായിട്ടുള്ള ബദരീങ്ങളെ വിളിച്ച് ഈ ചരിത്രമെല്ലാം നിലനിൽക്കെ, ഈ ചരിത്രത്തിന്റെ പാഠങ്ങളെല്ലാം ഖുർആനും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ചരിത്രങ്ങളും വിശ്വാസി സമൂഹത്തിന് പകർന്നു നൽകിയിരിക്കെ ഈ സമൂഹത്തിലെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? റമദാൻ 17 ആയി കഴിഞ്ഞാൽ ബദരീങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിൽ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്ന, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ സങ്കടങ്ങൾ ബദരീങ്ങളോട് നേരിട്ട് പറയുന്ന, അല്ലെ? നമ്മുടെ നാട്ടിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ബദരീങ്ങളെ അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടുന്ന സ്ഥാനത്ത് ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥ നമുക്ക് കാണാം. കണ്ടില്ലേ, അള്ളാഹു വിശ്വാസികൾക്ക് വിജയം നൽകുകയും മുശ്രിക്കുകൾക്ക് പരാജയം നൽകിയതിന്റെയും കാരണം എന്താണ്? ഒരു വിഭാഗം അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഭാഗം, മറുവിഭാഗം അള്ളാഹുവിനോടൊപ്പം മറ്റിതര ശക്തികളിലേക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ഒരു വിഭാഗം. ഈ ഒരു ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിരിക്കെ, ഇവിടെ നിലനിന്നിരിക്കെ അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബദരീങ്ങൾ എന്തിനാണോ ഉണ്ടായത്, ഈ ഇസ്ലാമിക ചരിത്രത്തിൽ ബദരീങ്ങൾ എന്നുള്ള നാമം ഏതു തലങ്ങളിലാണോ രേഖപ്പെടുത്തിയത്, അതിന് നേർ വിപരീതമായി അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടിടത്ത് ബദരീങ്ങളെ എന്ന് വിളിക്കുന്നു. പ്രയാസഘട്ടങ്ങളിൽ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ബദർ മൗലൂദുകൾ സജീവമാണ് ഇവിടെ. ആ ബദർ മൗലൂദിന്റെ വരികളിലെല്ലാം ബദരീങ്ങളോട്, ബദറിൽ ഷഹീദായിട്ടുള്ള സ്വഹാബികളോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഇവിടെ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാവുകയാണ്. വിശ്വാസികൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ബദറിൽ പടപൊരുതി മരിച്ചത്, അതിന് നേർവിപരീതമായ ചരിത്രം ഈ കാലഘട്ടത്തിൽ ബദറിന് ശേഷം സൃഷ്ടിക്കപ്പെടുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ബദർ നമുക്ക് നൽകുന്ന പാഠം പ്രാർത്ഥനകളുടെ അഖിലവും അള്ളാഹുവിന് മാത്രമാക്കണമെന്നതാണ്. അത് ബദരീങ്ങളോട് പാടില്ല, ഉഹ്ദീങ്ങളോട് പാടില്ല, അമ്പിയാക്കളോട് പാടില്ല, ശുഹദാക്കളോട് പാടില്ല, സ്വാലിഹീങ്ങളോട് പാടില്ല, ജിന്നിനോട് പാടില്ല, ഇൻസിനോട് പാടില്ല, ഒരാളോടും പാടില്ല എന്നുള്ള മഹത്വ സന്ദേശമാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു
അലൈഹി വസല്ലമയുടെ ബദറിലെ രംഗത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ്. ആരാധന അള്ളാഹുവോട് മാത്രമാണ്, അതേപോലെ തന്നെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാണ് എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബദർ നമുക്ക് നൽകുന്ന പാഠം, ഏതൊരു കാര്യത്തിലും, നല്ല ഏതൊരു കാര്യത്തിലും കൂടിയാലോചനകൾ അനിവാര്യമാണ് എന്ന മഹത്തുറ്റ സന്ദേശം നമുക്ക് ബദർ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു കാര്യമാവട്ടെ, പരസ്പരം കുടുംബജീവിതത്തിലാകട്ടെ, സാമൂഹിക ജീവിതത്തിലാവട്ടെ, സംഘടനാ തലങ്ങളിലാവട്ടെ, എവിടെയും ഒറ്റക്കൊരു തീരുമാനം നടപ്പാക്കുന്നത് ശരിയല്ല എന്നും ഒരു സംഘമുണ്ട് എങ്കിൽ ആ സംഘത്തോട് പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് പരസ്പരം ഐക്യത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും, അതേപോലെ തന്നെ ഒരാളുടെ തീരുമാനങ്ങൾ മാത്രം നടപ്പിൽ വരുത്തുന്നത് ഒരിക്കലും ഗുണകരമായ മുന്നോട്ടു പോക്കിന് അത് ഗുണം ചെയ്യുകയില്ല എന്നും ഫലം ചെയ്യുകയില്ല എന്നുമുള്ള ഒരു പാഠം ബദർ യുദ്ധം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ബദർ യുദ്ധം അതിന്റെ തുടക്കം അത്ര സുഖകരമായിരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഒരു യുദ്ധം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നില്ല. പക്ഷേ അവസാനം യുദ്ധത്തിന്റെ ഘട്ടങ്ങളിലേക്ക് എത്തി. ഈ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിയായി സങ്കടപ്പെട്ടു. ഞങ്ങളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ കൂടുതൽ സജ്ജരായി ഈ ഒരു അവസരത്തിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വരണമെന്ന് താല്പര്യമുള്ള സഹാബികൾ നന്നേ കുറവായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകാൻ പ്രവാചകനോട് കൽപ്പിച്ചു. എന്നാൽ ചില സ്വഹാബികൾക്ക് ഈ ഒരു അവസരത്തിൽ ഇത്രയും വലിയൊരു സംഘത്തോട് യുദ്ധം ചെയ്യുന്നത് അത് ഗുണകരമാവില്ല എന്നുള്ള ചെറിയ ഒരു മാനസികാവസ്ഥയുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ് വളരെയധികം പ്രയാസപ്പെട്ടു. അദ്ദേഹം എന്താണ് ആദ്യമായി ചെയ്തത്? അൻസാരികളിൽ നിന്നും മുഹാജിറുകളിൽ നിന്നുമുള്ള അവരുടെ നേതാക്കന്മാരെ വിളിച്ച് അവരോട് കൂടിയാലോചന നടത്തി. അദ്ദേഹം മുഹാജിറുകളിൽ നിന്നുള്ള നേതാവായിരുന്ന മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് താങ്കളുടെ അഭിപ്രായം? അദ്ദേഹം പറയുകയാണ്, യാ റസൂലല്ലാഹ് അംളി ലമാ അറാകല്ലാഹു ഫനഹ്നു മഅക വല്ലാഹി ലാ വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാല ബനു ഇസ്രായീല ലിമൂസ. പ്രവാചകരെ, അള്ളാഹു ഏതൊരു കാര്യമാണോ കൽപ്പിച്ചത് ആ കാര്യവുമായി അങ്ങ് മുന്നോട്ട് ഗമിച്ചുകൊള്ളുക. ഒരിക്കലും ബനു ഇസ്രായീൽ സംഘം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും അങ്ങയോട് പറയുകയില്ല. എന്താണ് ബനു ഇസ്രായേലുകൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നഹാ ഉനാ ഖാഇദൂൻ. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക മൂസ, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരാക്കുന്നു. പക്ഷേ വലാകിൻ ഞങ്ങൾ എന്താണ് പറയുക? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ. പ്രവാചകരെ, അങ്ങും അങ്ങയുടെ റബ്ബും യുദ്ധം ചെയ്യുക, ഞങ്ങളും നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുന്നവരായിരിക്കും. പ്രവാചകരെ, അള്ളാഹുവാണേ സത്യം, ഒരു സമുദ്രം നീന്തിക്കടക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കുകയാണ് എങ്കിൽ, സമുദ്രത്തിൽ ഊളിയിടാൻ ഞങ്ങളോട് കൽപ്പിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ അത് സ്വീകരിക്കാമെന്ന്, അങ്ങയോടൊപ്പം ആദ്യം അതിൽ ഊളിയിടുന്നവർ ഞങ്ങളായിരിക്കുമെന്ന് അൻസാരികളുടെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പ്രതിവദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. പ്രവാചകൻ പറഞ്ഞു, സീറു വഅബ്ശിറു ഫഇന്നല്ലാഹ തആല ഖദ് വഅദനി ഇഹ്ദ ത്വായിഫതൈൻ. ഇത് കേട്ടപ്പോൾ അൻസാരികളിൽ നിന്നും മുഹാജിറുകളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യുദ്ധവുമായി മുന്നോട്ടു പോകുവാനുള്ള എല്ലാവിധ സപ്പോർട്ടും അവരുമായി കൂടിയാലോചന നടത്തിയപ്പോൾ പ്രവാചകന് ലഭിച്ചു. ഇത് കണ്ടതിൽ സന്തോഷമായ പ്രവാചകൻ പറഞ്ഞു, യാത്ര പുറപ്പെടുക, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. കാരണം എന്താണ്? അള്ളാഹു എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടാതൊരു സംഘത്തെ, അതായത് കച്ചവട സംഘമോ അതേപോലെ തന്നെ സായുധ സംഘമോ, ഈ രണ്ട് സംഘമാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന കച്ചവട സംഘമോ അതല്ലെങ്കിൽ അബൂജഹലിന്റെ നേതൃത്വത്തിൽ വരുന്ന സൈനിക സംഘമോ, ഈ
രണ്ടിലൊരു സംഘത്തെ താങ്കൾക്ക് നൽകാമെന്ന് അള്ളാഹു എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇത് പരിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തു അൻഫാലിലെ 7-8 വചനങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാം. 2 സംഘങ്ങളിലൊന്ന് നിങ്ങൾക്ക് അധീനമാകുമെന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക. ആയുധ ബലമില്ലാത്ത സംഘം നിങ്ങൾക്ക് അധീനമാകണമെന്നതായിരുന്നു നിങ്ങൾ കൊതിച്ചിരുന്നത്. അള്ളാഹു ആകട്ടെ തന്റെ കൽപ്പനകൾ മുഖേന നിങ്ങൾക്ക് സത്യം പുലർത്തി കാണുവാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയുവാനുമാണ് ഉദ്ദേശിച്ചത്. സത്യസന്ധമായി സത്യത്തെ സത്യമായി പുലർത്തേണ്ടതിനും ആ സത്യത്തെ ഫലശൂന്യമാക്കേണ്ടതിനും അത്രേ അത് ദുഷ്ടന്മാർക്ക് അതെത്ര അനിഷ്ടകരമായാലും ശരിയെന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻഫാലിലെ 7-8 വചനങ്ങളിൽ നമുക്ക് കാണാം. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഘട്ടങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചത് സ്വയമെടുത്ത തീരുമാനമായിരുന്നില്ല. പ്രവാചകൻ സ്വഹാബികളിൽ പ്രമുഖന്മാരായ ആളുകളുമായി കൂടിയാലോചിച്ച് അവരുടെ മാനസികവും അതേപോലെ തന്നെ മറ്റെല്ലാ സപ്പോർട്ടും പരസ്പരം നേടിയെടുത്തതിന് ശേഷം അവരെയും ആ മാനസികമായി ബലപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പ്രവാചകൻ യുദ്ധമുഖത്തിലേക്ക് കുതിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വിജയം വിശ്വാസികൾക്ക് അനുകൂലമായത് എന്നും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന 4-ാമത്തെ പാഠം എന്ത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രാർത്ഥന വലിയ ഒരു ആയുധമാണ്. ബദർ എന്ന് കേട്ടാൽ നമുക്കറിയാം, ഒരു കൊച്ചു സംഘമാണ്, 300 ചില്ലാനം വരുന്ന ഒരു കൊച്ചു സംഘം. മറുഭാഗത്ത് സായുധരായ എല്ലാവിധ തയ്യാറെടുപ്പുകളും കൂടി വരുന്ന ഒരു വൻ സംഘമാണ്. ഒരു കൊച്ചു സംഘം വൻ സംഘത്തോട് പടപൊരുതി ജയിക്കുക എന്നത് ഒരിക്കലും സംഭവ്യമല്ല. പക്ഷേ പ്രാർത്ഥന അത് യഥാർത്ഥവൽക്കരിച്ചു എന്നതാണ്. ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് കുടുംബ ജീവിതത്തിലെ, സാമൂഹിക ജീവിതത്തിലെ, സാമ്പത്തിക തലങ്ങളിലെ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രാർത്ഥന വലിയ ഒരു ആയുധമാണ്. എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ അബൂ താലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദറിലെ അവസ്ഥയെ വിശദീകരിക്കുന്നുണ്ട്. എനിക്ക് ബദറിന്റെ സമയത്ത് ബദർ രണാങ്കണത്തിൽ പ്രവാചകനെ കാണുവാൻ ആഗ്രഹം തോന്നി. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പ്രവാചകനെ അന്വേഷിച്ചു പോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലായിരുന്നു. പ്രവാചകൻ അല്ലാഹുവിനോട് സുജൂദിലായിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. പ്രവാചകൻ സുജൂദിലാണ്, പ്രാർത്ഥനയിലാണ്. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. വീണ്ടും ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രവാചകന്റെ അരികിലേക്ക് പോയി. പ്രവാചകൻ സുജൂദിൽ തന്നെയാണ്, പ്രാർത്ഥനയിലാണ്. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകനെ കാണണമെന്ന് എനിക്ക് തോന്നി. ഞാൻ വീണ്ടും പ്രവാചകന്റെ അരികിലേക്ക് പോയി. ആ സമയത്തും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, നിരന്തരമായ പ്രാർത്ഥനകൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബദരിലെ ഈ കൊച്ചു സംഘത്തിന്റെ വിജയം. ആ വിജയം ഒരു യാന്ത്രികമായി ഉണ്ടായതായിരുന്നില്ല. കഠിനാധ്വാനം കൊണ്ട്, പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ട്, വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശക്തി കൊണ്ട് നേടിയെടുത്ത വിജയമായിരുന്നു ഈ വിജയം എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിൽ വിശ്വാസപരമായി, അതേപോലെ തന്നെ പ്രാർത്ഥനാപരമായി, ഇങ്ങനെയെല്ലാം മാനസികമായി ഒരുങ്ങിയ ഒരു വിശ്വാസിക്ക് അള്ളാഹു അവന്റെ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ സഹായം നൽകുമെന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് അടുത്ത സന്ദേശം എന്നത്. അള്ളാഹു പറഞ്ഞില്ലേ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടരെ മലക്കുകളെ കൊണ്ട് 1000 മലക്കുകൾ, ആദ്യം 3000 മലക്കുകൾ, പിന്നീട് 5000 മലക്കുകളായി പിന്നീട് അള്ളാഹു വിശ്വാസികളെ ബദർ രണാങ്കണത്തിൽ പടപൊരുതിയ സ്വഹാബികളെ പോലെ തന്നെ ബദറിൽ പങ്കെടുത്ത മലക്കുകളെയും നമുക്ക് കാണാൻ കഴിയും അല്ലെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണാം, ബദറിൽ പങ്കെടുത്ത സ്വഹാബികളെ പോലെ തന്നെ പ്രാധാന്യമാണ്, മഹത്വമുള്ളവരാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട്
അള്ളാഹുവിന്റെ സഹായം എങ്ങനെയാണ് ഈ അള്ളാഹുവിന്റെ വിശ്വാസികളായ ക്ഷമാശീലരായ അടുക്കും ചിട്ടയും വിശ്വാസത്തിൽ പുലർത്തിപ്പോരുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് എന്ന ഒരു പാഠമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആറാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാവുന്നത് അള്ളാഹു ഒരാളെ സഹായിക്കാൻ, ഒരു സംഘത്തെ സഹായിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രകൃതിയുടെ അവസ്ഥകളെ പോലും അള്ളാഹു മാറ്റിമറിക്കുമെന്നതാണ്. നമ്മൾ വിചാരിക്കുക എങ്ങനെയാണ് സഹായം ഉണ്ടാവുക, അതിന് ആ സഹായം ഉണ്ടാവാൻ ഒരു പിന്നെ ചാൻസും കാണുന്നില്ലല്ലോ. കാര്യങ്ങളുടെ ഘടനകളെല്ലാം ഇങ്ങനെയാണ് എങ്കിൽ ആ സഹായം ഉണ്ടാവുക, രക്ഷപ്പെടുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അള്ളാഹു ഒരു വിശ്വാസിയെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ പ്രകൃതിയിലെ അതിന്റെ പ്രകൃതത്തെ പോലും അള്ളാഹു മാറ്റിമറിക്കുമെന്നതാണ്. അല്ലെ, ഒരു 313 വരുന്ന ആളുകൾ, കൊച്ചു സംഘം, നിരായുധരായ ആളുകൾ, 10,000-കണക്കിന് വരുന്ന സായുധരായ സംഘത്തെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റൂല. പക്ഷേ പ്രകൃതിയുടെ അവസ്ഥയെ അള്ളാഹു മാറ്റം വരുത്തുകയാണ് അവർക്ക് വേണ്ടി. അവരുടെ പ്രാർത്ഥനയുടെ പിൻബലത്താൽ, വിശ്വാസത്തിന്റെ ശക്തിയാൽ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങുകയാണ്. നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തീ എന്ന് പറഞ്ഞാൽ എന്താണ്? തീ എന്ന് പറഞ്ഞാൽ തീ ചൂടാണ്, അതിലേക്ക് ഏതൊരു വസ്തു ഇട്ടാലും അത് കരിഞ്ഞു പോകും. തീയുടെ പ്രകൃതം അതാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സഹായിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? അതിന്റെ പ്രകൃതത്തെ പോലും അള്ളാഹു മാറ്റിക്കളഞ്ഞു. തീ അതിനെ തണുപ്പാക്കി കളഞ്ഞു. കുനു ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീയോട് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിമിന് സമാധാനവും തണുപ്പുമാകണം. തീയുടെ ചൂടാകുന്ന പ്രകൃതിയെ അള്ളാഹു നേർവിപരീതമായി ഒരു സഹായം എന്നോണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അവിടെ കൊടുത്തു. നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം ആ സമുദ്രം മുറിച്ചു കടക്കുന്ന രംഗം നമുക്കറിയാം. വെള്ളത്തിന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതല്ല, അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകുക എന്നതാണ് അതിന്റെ പ്രകൃതം. എന്നാൽ ആ പ്രകൃതത്തെ അള്ളാഹു മാറ്റിമറിക്കുകയാണ് വിശ്വാസികൾക്കുള്ള സഹായം എന്നോണം. ഇതേപോലെ തന്നെയാണ് ബദറിലും അള്ളാഹു മലക്കുകളെ കൊണ്ട് അതേപോലെ തന്നെ കൊച്ചു സംഘത്തെ വൻ സംഘത്തിനെതിരെ വിജയം കൈവരിക്കുവാൻ അള്ളാഹു നൽകിയ സംവിധാനവും ഇത് തന്നെയാണ്. നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, പൂർണ്ണമായ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുകയാണ് എങ്കിൽ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് ദൃഢമായി വിശ്വസിക്കുകയാണ് എങ്കിൽ, അള്ളാഹു പ്രകൃതിയെ പോലും മാറ്റിമറിച്ച് ആ അടിമയ്ക്ക് വേണ്ടി, ആ സംഘത്തിന് വേണ്ടി അള്ളാഹുവിന്റെ സഹായം നൽകുമെന്നുള്ള വലിയ ഒരു പാഠമാണ് ഇതിന് നൽകുന്നത്. അവസാനമായി വളരെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു സംഭവം ബദർ യുദ്ധത്തിന് ശേഷം നടക്കുന്നുണ്ട്. ആ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഉമ്മക്ക്, മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ സ്വർഗം പ്രതീക്ഷിക്കുവാനുള്ള ഒരു പ്രചോദനമാണ്. ഇസ്ലാമിക് ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഉമ്മു ഹാരിസത്ത് സുറാക്ക, അല്ലെ, ഹാരിസയുടെ ഉമ്മയായ സുറാക്ക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുറാക്ക ചോദിക്കുകയാണ്, യാ നബിയല്ലാഹ് അലാ തുഹദ്ദിസുനി അൻ ഹാരിത, തന്റെ മകൻ ഹാരിസിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും. അദ്ദേഹം മരണപ്പെട്ടോ, അദ്ദേഹം ജീവിച്ചോ, എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അദ്ദേഹം രണഭൂമിയിൽ ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുതില യൗമ ബദ്രിൻ അസാബഹു സഹമുൻ ഗർബുൻ ഫഇൻ കാന ഫിൽ ജന്നത്തി സബർതു വഇൻ കാന ഗൈറു ദാലിക ഇജ്തഹദ്തു അലൈഹിൽ ബുകാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുറാക്ക പറയുകയാണ്, പ്രവാചകരെ, അദ്ദേഹം സ്വർഗത്തിലാണോ? അദ്ദേഹം സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിച്ചോളാം. അതല്ല, അദ്ദേഹം അങ്ങനെയല്ല കാര്യമെങ്കിൽ എനിക്ക് എന്റെ ക്ഷമിക്കുവാൻ കുറച്ച് പാടുപെടേണ്ടി വരും എന്ന് അദ്ദേഹം ആ മഹതിയായ ഉമ്മു ഹാരിസ സുറാക്ക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, പ്രവാചകരെ, അദ്ദേഹം സ്വർഗത്തിലാണെങ്കിൽ എനിക്ക് ക്ഷമിക്കാം, എനിക്കൊരു പ്രശ്നവുമില്ല. തന്റെ മകൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിച്ചുകൊള്ളാം. എന്നാൽ കാര്യം അങ്ങനെയല്ല എങ്കിൽ എനിക്ക് കരയാൻ കുറച്ചു പാടുപെടേണ്ടി വരും പ്രവാചകരെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുറാക്ക പറഞ്ഞപ്പോൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹാരിസയോട് പറയുകയാണ്, സുറാഖയോട് പറയുകയാണ്, യാ ഉമ്മ ഹാരിസ ഇന്നഹാ ജിനാനുൻ ഫിൽ ജന്ന ഫഇന്ന ബിനക അസാബൽ ഫിർദൗസിൽ അഅല. സ്വർഗ്ഗത്തിൽ ഒരുപാട് പദവികളുണ്ട് ഉമ്മു ഹാരിസ, സുറാഖ, നിന്റെ മകൻ സ്വർഗ്ഗത്തിൽ ഫിർദൗസിൽ അഅലയിലാണ് സുറാഖ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മയോട് പറയുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്റെ മകന്റെ സ്വർഗം പ്രതീക്ഷിച്ച ഒരു ഉമ്മയുടെ മാനസികാവസ്ഥയാണ്. സ്വർഗമുണ്ട് എന്ന് കേട്ടപ്പോൾ തന്റെ മകൻ വേർപിരിഞ്ഞിട്ടും സന്തോഷിക്കുന്ന ഒരു ഉമ്മയുടെ മനസ്സിനെയാണ്. അതേപോലെ തന്നെ സ്വർഗമല്ലയോ തന്റെ മകന്റെ മരണം, അത് നഷ്ടത്തിലായി പോകുമോ എന്നോർത്തിട്ടുള്ള വേവലാതിയും ആ ഉമ്മ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവെക്കുന്നുണ്ട്. ഈ ബദറിന്റെ സന്ദേശത്തിലെ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം, നമ്മുടെ മക്കളിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അവരുടെ വളർച്ചയുടെ കാര്യത്തിൽ, അവരുടെ ജോലിയുടെ കാര്യത്തിൽ, മറ്റെല്ലാ കാര്യത്തിലും നമുക്ക് സങ്കോചങ്ങളുണ്ട്, നമുക്ക് സന്ദേഹങ്ങളുണ്ട്, അവരെന്തായി തീരുമെന്നുള്ള മാനസികമായിട്ടുള്ള ചില വിഷമങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാൾ എല്ലാം അപ്പുറം അവരുടെ പരലോക ജീവിതം സ്വർഗത്തിലാകണമെന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഒരു മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു വലിയ പാഠം കൂടി സുറാഖയുടെ ബദറിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് മനസ്സിൽ ചേർത്തു വെക്കേണ്ടുന്ന, ജീവിതത്തോട് കൂട്ടിവെക്കേണ്ടുന്ന ഒരുപാട് വലിയ ഗുണപാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു മഹത്തുറ്റ യുദ്ധമാണ് ബദർ യുദ്ധം. അള്ളാഹു ആ ബദർ യുദ്ധത്തിലെ ചരിത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് നൽകുന്ന പാഠങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ അള്ളാഹു നമുക്ക് സഹായം നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ രൂഢമൂലമായി ജീവിക്കുവാനും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിലെ നോമ്പും തിലാവത്തും അതേപോലെ തന്നെ ഖിയാമുൽ ലൈലും മറ്റ് ദുആകളും ദിക്റുകളും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.